അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഇപ്രകാരം ഒരു 8 അവകാശങ്ങളുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ പറയാം ഏവയെല്ലാമാണ് ഈ 8 അവകാശങ്ങളെന്ന്. ഒന്നാമത്തേതായി, ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് താൻ ഏത് ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ തനിക്കെതിരെ എന്ത് അലിഗേഷനാണ് ഉള്ളത് എന്ന് അറിയുവാനായിട്ടുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് തനിക്കെതിരെയുള്ള ഒഫൻസുകൾ അല്ലെങ്കിൽ കുറ്റാരോപണങ്ങൾ ഏതെല്ലാമാണ് എന്ന് അറിയുവാനായിട്ടുള്ള അവകാശമുണ്ട്. ഈ അവകാശം തീർച്ചയായും പോലീസിനോട് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. ഇനി രണ്ടാമതായി, ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വാറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ വാറണ്ട് കാണുവാനായുള്ള ഒരു അവകാശം കൂടി ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം DK ബസു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ ഭരണഘടനയിലും നമുക്ക് ഇത്തരം അവകാശം നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമതായി, നിങ്ങളെ ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് 3 കൂട്ടരെ അറിയിക്കുന്നതിനുള്ള അവകാശ അധികാരങ്ങളുണ്ട്. അതിലൊന്നാമത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടുകാരെയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെയാണ്. മൂന്നാമത് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിഭാഷകരെയാണ്. ഈ 3 പേരിൽ ആരെയെങ്കിലും സെലക്ട് ചെയ്ത് അവരെ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അറിയിക്കേണ്ടത് കൺസേൺഡ് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായും പോലീസിനോട് പറയുക, എനിക്ക് എൻ്റെ ബന്ധുക്കളോട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എൻ്റെ വക്കീലിനോട് എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഞാൻ തടങ്കലിലാണ് എന്നുള്ള കാര്യം പറയുവാനായി നിങ്ങൾ പോലീസിനോട് വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. ഇനി മൂന്നാമതായി, നിങ്ങളെ ഏതെങ്കിലും കാരണവശാൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ അറസ്റ്റ് വിവരം നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ വക്കീലിനെയും അറിയിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. ഇനി മൂന്നാമതായി, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളെ പിന്നീട് അങ്ങോട്ട് 24 മണിക്കൂർ സമയത്തിനകത്ത് നിങ്ങളെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കേണ്ടുന്ന ചുമതല നിങ്ങളെ അറസ്റ്റ് ചെയ്ത പോലീസിന് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മറ്റൊരു അവകാശമാണ് നിങ്ങളെ കൺസേൺഡ് മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കുക എന്നുള്ളത്. അതിൽ യാത്രാസമയം എക്സ്ക്ലൂഡഡ് ആണ്. എന്നിരുന്നാലും 24 മണിക്കൂറാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത്. ഈ സമയം കഴിഞ്ഞ് നിങ്ങളെ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയില്ലാതെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ ഒരു പോലീസ് ഓഫീസർക്കും അധികാര അവകാശം ഇല്ലാത്തതാണ്. ഇനി നാലാമതായി, നിങ്ങൾക്ക് ഒരു ലോയറെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള അധികാര അവകാശമുണ്ട്. അത് പ്രത്യേകിച്ചും നിങ്ങളെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് പല ഇൻ്റർവെല്ലുകളിലായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിഭാഷകനുമായി സംസാരിക്കുന്നതിന് ഉള്ള വേദി കിട്ടുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അറസ്റ്റിൽ ആയാലും നിങ്ങളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു അഭിഭാഷകൻ്റെ സഹായം കസ്റ്റഡി ഇൻ്ററോഗേഷൻ്റെ സമയത്ത് ലഭിക്കുവാൻ അർഹതയുണ്ട്. ഇനി ഇതെല്ലാം DK ബസുവിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അഞ്ചാമതായി, നിങ്ങളെ സ്വയം കുറ്റാരോപിതനാക്കി തീർക്കുന്ന തരത്തിലുള്ള യാതൊരു സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങൾ പോലീസ് മുൻപാകെ കൊടുക്കേണ്ടതില്ല. കാരണം നമ്മുടെ ഭരണഘടനയും നമ്മുടെ അന്താരാഷ്ട്ര നിയമങ്ങളും ഒരു സെൽഫ് ഇൻക്രിമിനേഷന് വേണ്ടുന്ന യാതൊരു സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതില്ല എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ സ്വയം കുറ്റാരോപിതനായി തീരുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പോലീസിൽ കൊടുക്കേണ്ടുന്ന യാതൊരു ബാധ്യതയും നിങ്ങൾക്ക് ഇല്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദത പാലിച്ചാലും നിങ്ങൾ കുറ്റാരോപിതനാണ് എന്നല്ലാതെ നിങ്ങൾക്കെതിരെ കുറ്റം തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉണ്ടാവുകയില്ല. ഇനി ആറാമതായി, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മെഡിക്കൽ എക്സാമിനേഷന് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് കൺസേൺഡ് SHOൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ SHOൻ്റെ അടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ സംസാരിച്ച് നിങ്ങളെ ഒരു മെഡിക്കൽ എക്സാമിനേഷന് വിധേയനാക്കാൻ പറയുക നിങ്ങൾക്ക് പരിപൂർണമായ അധികാരമുണ്ട്. ഇനി 48 മണിക്കൂറിൽ കൂടുതൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക, നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കിട്ടുന്നതിനുള്ള പരിപൂർണമായ അധികാരമുണ്ട്. ഇനി അടുത്തതായി,
നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് തീർച്ചയായും ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയിരിക്കണം. ഈ അറസ്റ്റ് മെമ്മോയിലായിരിക്കും എപ്പോഴും നിങ്ങളെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്, എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ ആ അറസ്റ്റ് മെമ്മോയിൽ ഒരു സാക്ഷിയുടെ സാന്നിധ്യം കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കൂടി വാങ്ങിക്കൊണ്ടാണ് ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കി കിട്ടുന്നതിനുള്ള അവകാശം കൂടിയുണ്ട്. ഇനി എട്ടാമത്തേതായി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി ഒരു വലിയ അഭിഭാഷകനെ അല്ലെങ്കിൽ ഒരുപാട് പൈസ വാങ്ങുന്ന ഒരു അഭിഭാഷകനെ അല്ലെങ്കിൽ ഒരുപാട് ഫീസ് കൊടുക്കുന്നതിനുള്ള ശേഷിയില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് DLSAയുടെ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. അത് തികച്ചും സൗജന്യമാണ്. നിങ്ങൾക്ക് നിയമപരമായി നിങ്ങളൊരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് നിങ്ങളൊരു പ്രതിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് DLSAയുടെ സർവീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് തികച്ചും, ഞാൻ ആവർത്തിച്ചു പറയുന്നു, സൗജന്യം.